ഈ പേടിയുടെ വകുപ്പിൽ നമ്മുടെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ അനുഭവിക്കലുണ്ട്. ഒന്ന് ഫിയർ അഥവാ പേടി എന്ന് പറയുന്നത് തന്നെ എന്തിനോടെങ്കിലുമൊക്കെ പെട്ടെന്ന് പേടിക്കുന്ന കാര്യങ്ങൾ അല്ലെ. പിന്നെ ഒന്ന് നമ്മൾ അനുഭവിക്കുന്നത് ഉത്കണ്ഠയാണ്, ആങ്സൈറ്റി ആണ് അല്ലെ. പേടി ജീവിതത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും ആയിട്ട് എന്തിനോടെങ്കിലുമൊക്കെ പേടിക്കും, ഉറപ്പാണ്. എല്ലാ മനുഷ്യന്മാരും എന്തിനോടെങ്കിലുമൊക്കെ പേടിക്കാറുണ്ടാവും അല്ലെ, പൊതുവെ പേടിക്കാറുണ്ടാവും. എന്നാൽ ഈ ആങ്സൈറ്റി, ഉത്കണ്ഠ നമുക്ക് ആവശ്യമുള്ളതാണോ? ഇപ്പൊ നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും, ആക്ച്വലി ആങ്സൈറ്റി നമുക്ക് ആവശ്യമില്ലാത്ത ഒന്നല്ലേ, ആങ്സൈറ്റി ഒരു പ്രശ്നമല്ലേ, ഉത്കണ്ഠ ഒരു പ്രശ്നമല്ലേ. എന്നാൽ ആങ്സൈറ്റിയും എന്താണ്, ഒരു നോർമൽ റെസ്പോൺസ് ആണ് അല്ലേ. ഇത് തമ്മിലൊരു വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഒരു ഇമ്മീഡിയറ്റ് ത്രെറ്റിനോട്, നമ്മുടെ മുന്നിലുള്ള ഒന്നിനോട് നമ്മൾ പേടിക്കുന്നതിനെ, ഒരു പട്ടി കടിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ കുരച്ച് ചാടുമ്പോൾ നമ്മൾ പേടിച്ചിട്ട് ഓടണം, അല്ലെങ്കിൽ പട്ടി എന്ത് ചെയ്യും, പട്ടീൻ്റെ പണിയെടുത്ത് പോകും. അതിനെയാണ് നമ്മൾ പേടിയെന്ന് പറയുക. എന്നാൽ നാളെ വരാൻ പോകുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരു കാര്യത്തിനോട് ചിലപ്പോഴൊക്കെ പേടി ഉള്ളപ്പോഴേ നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുൻകൂട്ടി പ്രിപ്പയർഡ് ആയിട്ടുള്ളൂ. അടുത്ത മാസം വരാൻ പോകുന്ന എക്സാമിനെ കുറിച്ച് പേടി ഉള്ളപ്പോഴേ ഇന്നത്തെ എൻ്റെ സമയം ഞാൻ അതിനുവേണ്ടി മാറ്റി വെച്ചിട്ടുള്ളൂ അല്ലേ. അഥവാ പേടി ഇമ്മീഡിയറ്റ് ത്രെറ്റ് നമ്മളെ സേവ് ചെയ്യുമ്പോൾ ആങ്സൈറ്റി ആണ് വരാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് നമ്മളെ ഇങ്ങനെ പ്രിപ്പയർഡ് ആക്കി കൊണ്ട് നടക്കണം. ഇത് രണ്ടും നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ രക്ഷിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഇമോഷൻസ് ആണ്.